ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആധുനിക എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുമായി ചൈനീസ് വിമാനങ്ങൾ തെഹ്റാനിൽ ഇറങ്ങിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ഇസ്രായേൽ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ നീക്കം. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 12 ദിന യുദ്ധത്തിൽ ഇറാന്റെ വ്യോമാതിർത്തി ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇറാന്റെ മണ്ണിൽ മൊസാദ് നിർമ്മിച്ച രഹസ്യ ഡ്രോൺ താവളങ്ങൾ ഉപയോഗിച്ച് അവരുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ തകർത്തു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചുകളിൽ പലതും തകർക്കുകയും ചെയ്തെന്നായിരുന്നു റിപ്പോർട്ടുകൾ. സ്ട്രാറ്റജിക് പിഴവുകൾ മുതലെടുത്ത് ഇസ്രായേൽ വൻ ആക്രമണം നടത്തിയപ്പോഴും തെൽ അവീവിലും ഹൈഫയിലും ജെറുസലേമിലുമെല്ലാം മിസൈൽ വർഷം നടത്തി ഇറാൻ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം വ്യോമ പ്രതിരോധത്തിലുണ്ടായ വീഴ്ച പരിഹരിക്കാനും സേന പുനർവിന്യാസത്തിനുമുള്ള തിരക്കുപിടിച്ച നീക്കങ്ങളിലാണ് ഇറാൻ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനീസ് നിർമ്മിത മിസൈൽ ബാറ്ററികളും എയർ ഡിഫൻസ് സാമഗ്രികളും വിമാനം മാർഗം തെഹ്റാനിൽ എത്തിയെന്നാണ് വിവിധ ഡിഫൻസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വാർത്ത ചില ചൈനീസ് വൃത്തങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മിഡിൽ ഈസ്റ്റ് ഐയോട് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചൈനീസ് നിർമ്മിത FM-2000, HQ-22 തുടങ്ങിയ ഹ്രസ്വ മധ്യദൂര മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തെഹ്റാനിലെ സൈനിക താവളങ്ങളിൽ വിന്യസിച്ചതായാണ് വിവരം. റഷ്യൻ നിർമ്മിത S-300, ബാവർ 373 തുടങ്ങി നിലവിൽ ഇറാന്റെ ശേഖരത്തിലുള്ള സന്നാഹങ്ങൾക്ക് പുറമെയാണ് പുതിയ ചൈനീസ് സംവിധാനങ്ങൾ കൂടി എത്തുന്നത്. ഇസ്രായേൽ വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇറാന് ചൈനയുടെ പിന്തുണ നിർണായകമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ നേതൃത്വത്തിലാണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ ഉടച്ചു വാർക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചൈനയിൽ നിന്ന് സർഫേസ് ടു സർഫേസ് മിസൈലുകളും മിസൈൽ ബാറ്ററികളും എത്തിച്ചിട്ടുണ്ട്. എണ്ണ കൊടുത്താണ് ഇറാൻ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാൻ ഓയിലിന്റെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരാണ് ചൈന. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ കണക്കുപ്രകാരം ഇറാന്റെ 90% അസംസ്കൃത എണ്ണയും കൊണ്ടുപോകുന്നത് ബെയ്ജിങ്ങിലേക്കാണ്. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ആ ഇടപാട് തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ഇപ്പോൾ എണ്ണയ്ക്ക് പകരം ചൈനയുടെ അത്യാധുനികമായ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിച്ചാൽ വീണ്ടും ഒരു ഓപ്പറേഷനുള്ള ആസൂത്രണം ഇസ്രായേൽ ആരംഭിച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ടാകുമെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ വിശ്വസിക്കുന്നത്. നദാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ ആണവ നിലയങ്ങളിൽ ഇസ്രായേൽ ആക്രമണം വേണ്ടത്ര ഫലം കണ്ടിരുന്നില്ല. ഇതോടെയാണ് ഇസ്രായേൽ അപേക്ഷയിൽ സഹായത്തിനായി അമേരിക്ക എത്തുന്നത്. ബങ്കർ ബസ്റ്റർ യുദ്ധവിമാനങ്ങളുമായി അമേരിക്ക ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വൻ ആക്രമണം നടത്തുകയും ചെയ്തു. എന്നാൽ ഈ ഓപ്പറേഷനുകൾക്കും ഇറാന്റെ ആണവ സന്നാഹങ്ങളെ നശിപ്പിക്കാനായില്ലെന്നാണ് യൂറോപ്യൻ യൂണിയൻ US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഇതിന്റെ ക്ഷീണവും നാണക്കേടും തീർക്കാൻ വേണ്ടി ഇസ്രായേലും USഉം സംയുക്തമായി പുതിയൊരു ഓപ്പറേഷന് മുതിരാൻ ഇടയുണ്ടെന്ന മുൻകരുതലിലാണ് ഇറാൻ വൃത്തങ്ങൾ. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ശക്തമാക്കാൻ തിരക്കുപിടിച്ച നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് വിലയിരുത്തൽ.